സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നത് എൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തു വെച്ച ചെറിയൊരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ക്രാഫ്റ്റ്സും ക്ലോത്തിങ് ബ്രാൻഡും. പക്ഷേ എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വളരെ വൈകിയാണ് സംഭവിക്കുന്നതെന്ന് പറയാറില്ല. അപ്പം അങ്ങനെ ഞാനെടുത്ത വളരെ വൈകിയ ഒരു തീരുമാനമാണ് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു രണ്ട് ബ്രാൻഡുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ അതിനെ പറ്റിയിട്ട് വലിയ റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യണം, കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സ്വന്തമായിട്ടൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് ടച്ച് യൂണിക്നെസ് ഈ ഒരു ബിസിനസ്സിൽ വേണം എന്നൊക്കെ വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ വരുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്മോൾ ബിസിനസ്സിന് എന്തോരം സപ്പോർട്ട് കിട്ടും എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജേർണി. അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട്